ഇതുവരെയും വേറെ കുഴപ്പമൊന്നുമില്ല. തൈറോയിഡിന്റെ ടാബ്ലറ്റ് എടുക്കാൻ പറഞ്ഞു. പിന്നെ ഇക്കായെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് എല്ലാ തെറ്റുകളും മനസ്സിലാക്കി നമ്മളതാ വീണ്ടും ജീവിതം ആരംഭിച്ചു. ഈ ജീവിതം ഇപ്പം എത്ര കാലം വരെ എത്തുമെന്ന് നമുക്കെല്ലാവർക്കും കണ്ടറിയാം. കാരണം എല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇവൾ കൊണ്ടുവന്ന് ഇട്ട് തരും. പിന്നെ ഇവിടെ പിന്നെ അധികം പരിചയപ്പെടുത്തി തന്നെയല്ല. 3 ഭർത്താവിനെ കല്യാണം കഴിച്ച് 3 മക്കളെ പ്രസവിച്ചവർ, ഓരോ ഭർത്താവിനും ഓരോ കുട്ടി. ഇപ്പം 4ാമത്തെ ഭർത്താവിനെ കല്യാണം കഴിച്ചിട്ട് 4ാമത്തെ ഭർത്താവിൻ്റെ കുട്ടിയെ ഉദരത്തിൽ പേറുന്നവൾ. അതിൻ്റെ വിശേഷങ്ങളാണ് ഇവളിങ്ങനെ പറയുന്നത് കേട്ടോ. അത് ഇനിയൊരു തെറ്റിപ്പിരിയലിന് വേണ്ടിയല്ല. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം കുടുംബജീവിതം ഹൈറാവാൻ വേണ്ടി. അത് ഇപ്പം നല്ലൊരു മാസം വരെയാണ്. നല്ലൊരു നമുക്ക് പെരുന്നാളും കാര്യങ്ങളൊക്കെ വരെയാണ്. ഒരു ദാമ്പത്യം വിള്ളലുണ്ടാവുമ്പം അതിൻ്റെതായ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവും. നിനക്ക് വേണ്ടി നിൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് തന്നെ നീ ദുആ ചെയ്യാൻ പറയും. എല്ലാവരും ദുആ ചെയ്ത് നല്ല നിലയിൽ ജീവിതമാകുമ്പം നീ തന്നെ വന്നിട്ട് അവരെ കുറ്റവും പറയും. അപ്പോൾ ഇനി നിനക്ക് വേണ്ടിയിട്ട് ആരും ദുആ ചെയ്യുമെന്ന് തോന്നില്ല. കാരണം നിൻ്റെ ഓരോ കമൻസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. പിന്നെ നിൻ്റെയൊക്കെ ഇപ്പം നല്ല നാളും നല്ല മാസമെല്ലാം നോക്കിയിട്ട് വന്നതാണ്. എന്തിനാണെന്നറിയോ? ഇനി എൻ്റെ പിറകിൽ എന്തെങ്കിലും ഉണ്ടാവും അവനെ എൻ്റെ അടുത്ത് ഒപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നല്ല മാസവും പെരുന്നാളും ഒക്കെ നോക്കിയിട്ട് നിൻ്റെ അടുത്തേക്ക് ഷാനിക്ക ഓടി വന്നത്. അൽഹംദുലില്ലാഹ് ഇപ്പം ഇക്കായെ സംബന്ധിച്ചിടത്തോളം ഒരു 95% ഇക്ക എല്ലാ കാര്യങ്ങളും എന്നിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരാളാണ്. എന്നിട്ടും 95% ആയിട്ടില്ല കേട്ടോ. 100% ആയിട്ടില്ല ഇവളെ ഹസ്ബൻഡ് ഇവളോട് വിട്ടുവീഴ്ച ചെയ്യാൻ. അതിപ്പം ലാസ്റ്റ് തൂക്കിലേറ്റാൻ പോകുന്ന ആൾക്കാർക്കൊരു വിട്ടുവീഴ്ച കൊടുക്കുന്നില്ലേ, അതായിരിക്കും എനിക്കിപ്പം 95% വിട്ടുവീഴ്ച തന്നത് നിൻ്റെ ഷാനി കേട്ടോ. തൂക്കിലേറ്റാൻ പോകുന്ന ആളോട് ചോദിക്കുക എന്താ നിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നില്ലേ, അതുപോലത്തെ ഒരവസ്ഥ ഇപ്പം നിനക്ക്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഷാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്, നിജിരായ ഇഷ്ടപ്പെടുന്നവരുണ്ട്. നമ്മൾ രണ്ടും സ്നേഹിച്ചു തുടങ്ങിയപ്പോഴും നമ്മളെ മക്കളെ മാത്രമേ നമ്മൾ ചേർത്ത് പിടിച്ചുള്ളൂ. ഇക്കാക്കൊരു കുഞ്ഞുണ്ടെന്നും ഇങ്ങനെയാണെന്നും എനിക്കിങ്ങനെ 3 മക്കളുണ്ടെന്നും ഇപ്പം നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു അതിഥിയും കൂടെ വരണം. നമ്മൾ അതിനെ കാണാനുള്ള ഒരു ആകാംക്ഷയിലാണ്. നമ്മളെ വയറ്റിലൊരു കുഞ്ഞ് ജനിക്കുമ്പം അതെങ്ങനെ ആയിരിക്കും, അതെന്തായിരിക്കും. നീ അധികം അങ്ങോട്ട് ആഗ്രഹിക്കണ്ട. കാരണം എന്ന് വെച്ചാൽ നിൻ്റെ കൂടെ ഉള്ളത് നിൻ്റെ മുഴുക്കുടിയനായ ഷാൻ തന്നെയാണ്. വേറെ ആരുമല്ല തൻ്റെ കൂടെ ഉള്ളത്. അതുകൊണ്ട് ആരും അധികമായിട്ടൊന്നും ആഗ്രഹിക്കണ്ട. അധികമായാൽ അമൃതും വിഷം. ഇവരിപ്പോൾ ഈ ചെറുപ്രായത്തിൽ കല്യാണം കഴിച്ചിട്ട് ഹണിമൂണൊക്കെ കഴിഞ്ഞിട്ട് അതിന്ന് എന്താ പറയുക മധുവിധു ആഘോഷിക്കുന്ന സമയത്ത് മക്കളായ പോലെയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ ഇവളുള്ളത്, അവനല്ല ഇവള് എന്നാണ് നമ്മൾ വിചാരിക്കണം. എന്തില്ല ഇതുവരെയുള്ള ടെസ്റ്റുകളിലൊന്നും ഒരു കുഴപ്പമില്ല. അന്ന് ചെന്നിട്ട് വേണം മിച്ചുമോനെ ആധാർ എടുക്കാൻ പോകും. അവരൊരു കല്യാണത്തിന് പോരുന്നു, ഉപ്പയും മക്കളും ഒക്കെ അമ്മയൊക്കെ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഈ പബ്ലിക്കിൽ വന്നിട്ട് ആരെയും എന്തും പറയാമെന്നൊരു തോന്നിവാസം ഉണ്ടെങ്കിൽ അതങ്ങ് നിർത്തിയേക്കണം. അതാണ് നിങ്ങളെപ്പോലത്തെ കുറച്ച് 2-3 ആൾക്കാരോട് നമ്മളെപ്പോലത്തൊക്കെ പറയാനുള്ളത് കേട്ടോ. ഈ പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെ വായി തോന്നുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു കൂവാനുള്ള ഒരു സ്റ്റേജല്ല ഇത്. അപ്പം പറയുമ്പോൾ നിങ്ങളെപ്പോലത്തെ കുറേ എണ്ണമുണ്ട്. എല്ലാവരും ആലോചിക്കണം. പറയാൻ പറ്റുന്നത് മാത്രമേ പബ്ലിക്കിൽ വന്ന് പറയാൻ പാടുള്ളൂ. ഇതത്രയും പറഞ്ഞിട്ട് അതിന് മറുപടി നമ്മൾ പറയുമ്പം എന്തും പറയാമെന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കലല്ല. ഇപ്പൊ എൻ്റെ ഭർത്താവിനെയാണെങ്കിലും എൻ്റെ വീട്ടുകാരെയാണെങ്കിലും അതുപോലെ ഇക്കാരെ ഉമ്മായെയാണെങ്കിലും എന്തെങ്കിലും പറയാൻ ആരെയും യോഗ്യതയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതന്നെയാണ് നിന്നോട് പറയാനുള്ളത്. എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പം നിൻ്റെ ഭർത്താവിൻ്റെ ഉമ്മാനെ പറ്റി നിൻ്റെ ഭർത്താവിനെ പറ്റിയിട്ടും ഒരിക്കലും വന്നിട്ട് ഇങ്ങനത്തെ ഈ സോഷ്യൽ മീഡിയയിൽ നീ കുരക്കാൻ പാടില്ല. നീ കുരച്ചത് കേട്ടിട്ടാണ് ഇപ്പം സകല ലോകത്തിലെ ആൾക്കാർ തേച്ചും നിൻ്റെ ജീവിതം ഇങ്ങനത്തെ കട്ടപ്പുകയാന്ന് മനസ്സിലാക്കരുത്. അപ്പം എന്ന് വെച്ചാൽ ജീവിതമായാൽ ഒരുപാട് വിഷമങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉണ്ടാവും. എല്ലാം ക്ഷമിച്ച് സഹിച്ചിട്ട് ജീവിക്കുക വേണ്ട. അല്ലാതെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം കാണുമ്പം അത് ഊതി വീർപ്പിച്ചിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കാക്കലല്ല. ആർക്കും ആരെയും പറ്റി കുറ്റം പറയാനുള്ള ഒരു അവകാശമില്ല, ഈ പറയുന്ന നിനക്ക് പോലും. അതാദ്യം മനസ്സിലാക്കുക. തെറി ഒന്നിനും ഒരു പരിഹാരമല്ല. ചീത്ത എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കുന്നത് ഇപ്പം നിനക്ക് പബ്ലിക്കിൽ ആരെയാണ് പറയണേന്ന് അറിയില്ല. നിനക്ക് പബ്ലിക്കിൽ ആര് ലൈസൻസ് തന്നിട്ടില്ല തെറി വിളിക്കാൻ? നീ ഇപ്പം നാട്ടുകാരെ ഉമ്മായും പാപ്പായും എല്ലാരെയും പറയണം.
നിന്റെ അമ്മയെ പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളിയെന്ന് പറഞ്ഞു. അതേപോലെ നമ്മളെയൊക്കെ പൊള്ളും. പിന്നെന്തെന്നറിയാമോ, നമ്മൾ രണ്ട് കൈ കൊണ്ടും കൊട്ടുമ്പോഴേ സൗണ്ട് ഉണ്ടാക്കുള്ളൂ. നീ അവിടെ കിടന്ന് തുള്ളിക്കോ, നമുക്കൊരു കുഴപ്പമില്ല. നമ്മൾക്ക് കുറച്ചൊക്കെ ഒത്തിരി ഒരു ഭയമുണ്ട് അള്ളാഹ് എന്ന് പറയുന്ന ഒരു സംഭവം. അള്ളാന്ന് പറയുന്ന ഒരു സൃഷ്ടിനെ നിനക്ക് പേടിയുണ്ടെങ്കിൽ നീ ഒരിക്കലും ഈ പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെ നിൻ്റെ ഭർത്താവിനെ പറ്റി നീ കുറ്റം പറയില്ല. കുളിക്കലില്ല, ഡ്രസ്സ് മാറ്റൂല, പല്ല് തേക്കൂല, നാറിയിട്ട് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് അത്രയും പറഞ്ഞിട്ട് അത് മുഴുവനായിട്ട് എല്ലാവരും ആ വീഡിയോ കണ്ടിട്ട് നിന്നോടിപ്പം അങ്ങോട്ടേക്ക് ചോദിക്കുന്നത്. നീ ഇപ്പോൾ ഷാനിനെ അടുപ്പിക്കുമ്പോൾ കുളിക്കലുണ്ടോ നാറലുണ്ടോ എന്ന്. അന്നേരം നിനക്ക് ചൂടാവല്ല വേണ്ടത് കേട്ടാ. ആദ്യം നീ പറയുമ്പം നിങ്ങൾ ആലോചിക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മളിത് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നമ്മളോട് ചോദിക്കുമ്പം തിരിച്ച് പറയാനുള്ള നല്ല അനുകൂല മറുപടി കണ്ടെത്തിയിട്ട് വേണടി ആദ്യം ഇതല്ലെങ്കിൽ ഇളക്കി വിടാൻ. ഇതെത്രയും പറഞ്ഞ് ഇപ്പം നീ ചെയ്ത കാണുമ്പോൾ നിന്നോട് അങ്ങോട്ട് പറയുമ്പോൾ നീ എല്ലാവരും കുതിര കയറല്ല വേണ്ടേ.